+2 ബയോളജിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ ലിങ്കേജും റീകോമ്പിനേഷനും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. രണ്ടും സെയിം ആണോ അതോ രണ്ടും ഡിഫറെൻ്റ് ആണോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നോക്കാം എന്താണ് ലിങ്കേജ്, എന്താണ് റീകോമ്പിനേഷൻ. അപ്പോൾ നമുക്കറിയാം സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ക്രോമസോംസ് ഉണ്ട്. ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുക. ഡൈഹൈബ്രിഡ് ക്രോസിലെ 2 ജീൻസ് ഒരേ ക്രോമസോമിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പാരൻ്റൽ ജീൻ കോമ്പിനേഷൻ്റെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ പാരൻ്റൽ ജീനിൻ്റെ അളവ് ഏതിനേക്കാൾ നോൺ പാരൻ്റൽ ജീൻ ടൈപ്പിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്ന സയൻറ്റിസ്റ്റ് ആയിരുന്നു മോർഗൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിന് കാരണമായിട്ട് വരുന്നത് ഫിസിക്കൽ അസോസിയേഷൻ ഓർ ദ ലിങ്കേജ് ഓഫ് 2 ജീൻ. ഒന്നിലെന്തായിരിക്കാം, ജീനുകളുടെ ഫിസിക്കൽ അസോസിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ 2 ജീനുകളുടെ ലിങ്കേജ് ആയിരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ലിങ്കേജ് എന്ന് പറയുന്ന ഒരു ടേം അവിടെ കണ്ടുപിടിക്കുകയാണ്. എന്തിനു വേണ്ടി? ടു ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ഓൺ സെയിം ക്രോമസോം. ഒരേ ക്രോമസോമിലുള്ള ജീനുകളുടെ ഫിസിക്കൽ അസോസിയേഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ലിങ്കേജ് എന്ന് പറയുന്ന ഒരു ടേം തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചു. ഡൈഹൈബ്രിഡ് ക്രോസിലെ നോൺ പാരൻ്റൽ ജീൻ കോമ്പിനേഷൻ്റെ ജനറേഷനെയാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ജീനുകൾ ഒരേ ക്രോമസോമിൽ ലൊക്കേറ്റ് ചെയ്താൽ അവരെ നല്ല ടൈറ്റായിട്ട് ലിങ്ക് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് റീകോമ്പിനേഷൻ ലോ ആയിരിക്കും. വ്യത്യസ്ത ജീനുകളാണ് അങ്ങനെയാണെങ്കിൽ അവർ ലൂസ്ലി ലിങ്ക്ഡ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഹൈ റീകോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എന്താണ് ക്രോസിംഗ് ഓവറിൽ ശരിക്കും നടക്കണമെന്ന് അറിയാമോ? ക്രോസിംഗ് ഓവറിൽ ശരിക്കും നടക്കുന്നത് ലിങ്ക് ചെയ്തിട്ടുള്ള ജീൻസിൻ്റെ സെപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. അതുമാത്രമല്ല, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സിൻ്റെ ഇടയിൽ ക്രോമസോമിൻ്റെ സെഗ്മെൻറ്റ്സിലും ഇതുപോലെ തന്നെ എക്സ്ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇത് കാരണം കൊണ്ടാണ് വെറൈറ്റി ആയിട്ടുള്ള പുതിയ ജീൻ കോമ്പിനേഷനും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫോം ആവുന്നുണ്ട്. ഇനി ലിങ്കേജ് എന്ന് പറയുകയാണെങ്കിൽ ജീനിനെ ഒരുമിച്ച് കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓരോ ക്രോമസോമിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതിൽ ഉണ്ടാവും. വേരിയബിലിറ്റി കുറയ്ക്കും. അതായത് പുതിയ ജീൻ കോമ്പിനേഷൻ ഉണ്ടാവുന്നത് കുറയ്ക്കും. അപ്പോൾ ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ എന്താണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. അതിനുവേണ്ടി 2 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ക്രോമസോംസ് കൺസിഡർ ചെയ്യാം. ഒന്ന് ബ്ലൂ കളറിലുള്ളത്, രണ്ടാമത്തത് റെഡ് കളറിലുള്ളത്. അപ്പോൾ ക്രോസിംഗ് ഓവർ നടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ 2 ക്രോമസോംസിൻ്റെയും ഓരോ സെഗ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എക്സ്ചേഞ്ച് ആവും. അതായത് ബ്ലൂ ക്രോമസോമിൻ്റെ ഒരു സെഗ്മെൻറ്റ് റെഡിൽ ചെന്ന് എക്സ്ചേഞ്ച് ആവുകയും അതുപോലെ തന്നെ റെഡിൽ നിന്നും ഒരു സെഗ്മെൻറ്റ് ഇതേപോലെ തന്നെ ബ്ലൂവിൽ വന്ന് റീകോമ്പിനേഷൻ നടക്കുകയും ചെയ്യും. അങ്ങനെ പുതിയ രീതിയിലുള്ള ജീൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ജനറ്റിക് എക്സ്പ്രഷൻ അവിടെ ഫോം ചെയ്യുകയും ചെയ്യും. അടുത്തത് ജീൻ മാപ്പിംഗ് ആണ്. ജീൻ മാപ്പിംഗ് എന്താണെന്ന് നോക്കാം. ആൽഫ്രഡ് സ്റ്റുഡ്വെന്റ് യൂസ്ഡ് ദ ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ജീൻ പെയേഴ്സ് ഓൺ ദ സെയിം ക്രോമസോം ആസ് എ മെഷർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ് ആൻഡ് മാപ്ഡ് ദെയർ പൊസിഷൻ ഓൺ ദ ക്രോമസോം. ആൽഫ്രഡ് സ്റ്റുഡ്വെന്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒരേ ക്രോമസോമിലുള്ള ജീൻ പെയറിൻ്റെ ഇടയിലുള്ള റീകോമ്പിനേഷൻ്റെ ഫ്രീക്വൻസി ജീനുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് മെഷർ ചെയ്യുകയും അതിൻ്റെ പൊസിഷൻ ക്രോമസോമിൽ മാപ്പ് ചെയ്യുകയും ചെയ്തു. ഇതിനെയാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തത് പോളിജനിക് ഇൻഹെറിറ്റൻസ് ആണ്. എന്താണെന്ന് നോക്കാം. ഒരു ട്രൈറ്റ് അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിനെ തന്നെ ഒന്നിലധികം ജീന് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പോളി മീൻസ് മെനി. അപ്പോൾ മെനി ജീൻസ് ആണ്. ജെനിക് എന്ന് പറയുമ്പോൾ ജീൻസ് ആണ്. അപ്പോൾ മെനി ജീൻസ്, കുറേ ജീൻസ് ഒരു സിംഗിളായിട്ടുള്ള ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുകയാണ്. അതിനെയാണ് പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. 3 അതിൽ കൂടുതലോ ജീൻസ് എന്ത് ചെയ്യാറുണ്ട്, ഇതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാറുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾ സ്കിൻ കളർ ഇൻ ഹ്യൂമൻ ബീൻസ്, അതുപോലെ തന്നെ ഹൈറ്റും ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹ്യൂമൻസിന് 2 തരം സ്കിൻ ടൈപ്പാണുള്ളത്. ഒന്ന് ഡാർക്കും മറ്റേത് ലൈറ്റും. എല്ലാം ഡോമിനൻ്റ് ആയിട്ടുള്ള അലീലാണെങ്കിൽ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി ഇങ്ങനത്തെ ഡോമിനൻ്റ് ആയിട്ടുള്ള അലീലാണ്, മീൻസ് എക്സ്പ്രസ് ചെയ്യുന്ന അലീലാണെങ്കിൽ ഡാർക്കസ്റ്റ് സ്കിൻ കളർ ആയിരിക്കും. ആ സമയം എല്ലാം റെസസീവ് അലീലാണെങ്കിൽ ഇതുപോലെ സ്മാൾ എ, സ്മാൾ ബി, സ്മാൾ സി അങ്ങനെയാണെങ്കിൽ ലൈറ്റസ്റ്റ് സ്കിൻ കളറും ആയിരിക്കും. അടുത്തത് പ്ലിയോട്രോപ്പിയാണ്. പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ജീനിൽ തന്നെ ധാരാളം ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ജീനിനെയാണ് പ്ലിയോട്രോപ്പിക് ജീൻ എന്ന് പറയുന്നത്. ഒരൊറ്റ ജീനിൽ തന്നെ ഒന്നിലധികം ഫിസിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഫീനെയിൽ കീറ്റോനൂറിയയാണ്. ഫീനെയിൽ കീറ്റോനൂറിയ എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസാണ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ജീനിൽ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഏത് ജീനിനാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഒരു എൻസൈം ഉണ്ട്, ഫീനെയിൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. അപ്പോൾ ഈ എൻസൈമിന് കോഡ് ചെയ്യുന്ന ജീനിലാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. അതിനെയാണ് സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഒരൊറ്റ ജീനിന് മാത്രമേ അവിടെ മ്യൂട്ടേഷൻ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഫീനെയിൽ അലാനിൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡാണ്. ഇതിനെ തൈറോസിനാക്കി മാറ്റാനാണ് ഫീനെയിൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിക്കുന്നത്. അപ്പോൾ
ഈ ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിഡേസ് എന്ന് പറയുന്ന എൻസൈമിന് കോഡ് ചെയ്തിരിക്കുന്ന ജീന് മ്യൂട്ടേഷൻ കാരണം എന്താണ് അവിടെ ആബ്സെൻ്റ് ആയി പോവുകയും എന്താണ് ഓവറായിട്ട് ഫീനൈൽ അലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇത് കാരണം ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും. മെൻ്റൽ റിട്ടാർഡേഷൻ, റിഡക്ഷൻ ഇൻ ഹെയർ ആൻഡ് സ്കിൻ പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെയാണ് ഇത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്രയുമാണ്. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വേറെ വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കണം. എല്ലാവർക്കും താങ്ക് യു.